हेलो। नमस्ते सर। नमस्ते नमस्ते। നമസ്തേ. നമ്മുടെ എല്ലാവരും ജോയിൻ ചെയ്തെന്ന് കരുതുന്നു. ഓക്കെ. നമസ്തേ അതുൽ. ഓക്കെ. ഞാൻ പുറത്തായിരുന്നു, ഒരു ഫംഗ്ഷനിൽ നിന്ന് ഓടി എത്തിയതാണ്. ലേറ്റ് ആവുമെന്ന് കരുതിയെങ്കിലും ഓക്കെ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പുതിയ കോഴ്സ് ഹീബ്രു പെൻഡുലം. അതിൻ്റെ തുടക്കം നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു. ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിൽ പെൻഡുലം ഉണ്ടല്ലോ. ഒരു തമ്പ് ഇടാമോ? എല്ലാവരുടെ കയ്യിൽ പെൻഡുലം ഉണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ടുള്ള പരീക്ഷണം ചെയ്തോ? ഓക്കെ, മിക്കവരും തന്നെ ചെയ്തെന്ന് തോന്നണു. ഡാനിയേൽ, അതുപോലെ തന്നെ ഡോക്ടർ മോഹൻ, നിങ്ങൾ ചിലപ്പോൾ ചെയ്ത് കാണില്ലായിരിക്കാം, പെൻഡുലങ്ങളായിട്ട് അധികം പരിചയം ഇല്ലാത്തത് കൊണ്ട്. ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. നോ പ്രോബ്ലം, നമുക്കിനി ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെന്ന് കരുതുന്നു, അതിൻ്റെ കാർഡ്സും. നമ്മളിന്ന് ജസ്റ്റ് അതിൻ്റെ തുടക്കം എന്താണ് ഹീബ്രു പെൻഡുലം എന്നുള്ള തുടക്കം തൊട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചു പോകാം. ഹീബ്രു പെൻഡുലം, വാട്ട് ഈസ് ഹീബ്രു പെൻഡുലം എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ, ഹീബ്രു പെൻഡുലം ഹീലിംഗ് ഈസ് എ പവർഫുൾ ഏൻഷ്യൻ ഹീലിംഗ് സിസ്റ്റം. വളരെ അതിപുരാതനമായ ഹീലിംഗ് തെറാപ്പികളിൽ എന്ന് പറയുമ്പോൾ മോഡേൺ സയൻസ് അവിടെ ഇല്ല, അലോപ്പതി ഇല്ല. ഇന്ന് ഹീലിങ്ങിന് കാണുന്ന പലതും ഇല്ലാതിരുന്ന സമയങ്ങളിലും ഉപയോഗിച്ച് ബാക്ക്ഗ്രൗണ്ട് ആരുടെയോ, അത് ബാക്ക്ഗ്രൗണ്ട് പ്രശ്നമുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ തംസപ്പ് ഇടുക, ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇടാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ചികിത്സാവിധികളൊന്നുമില്ലാതിരുന്ന അതിപുരാതനമായൊരു കാലത്ത് എനർജി ഹീലിംഗ് ചെയ്തുകൊണ്ടിരുന്നു. അന്ന് ഉപയോഗിക്കപ്പെട്ട ഒന്നാണ് ഹീബ്രു പെൻഡുലം. അതിനുപയോഗിക്കുന്ന ഒന്നാണ് ഹീബ്രു സേക്രഡ് ലെറ്റേഴ്സ്. ഹീബ്രു സേക്രഡ് ലെറ്റേഴ്സ്. മറ്റൊന്ന്, ആ സേക്രഡ് ഹീബ്രു ലെറ്റേഴ്സിൻ്റെ ഡിവൈൻ ഫ്രീക്വൻസി ഉണ്ട്. ആ വാക്കുകൾക്ക്, ആ ശബ്ദങ്ങൾക്ക് ഡിവൈൻ ഫ്രീക്വൻസി ഉണ്ട്. മറ്റൊന്ന്, അതിനുപയോഗിക്കുന്ന മരം, വുഡ്, അത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബീച്ച് വുഡ്. നിങ്ങളുടെ കയ്യിലെല്ലാം ഉള്ള ബീച്ചാണ്. വളരെ അപൂർവമായിട്ട് ഓക്ക് എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ തടിയും ഉപയോഗിക്കാറുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ കാണിച്ച പോലത്തെ ഉള്ള എനർജി പ്ലേറ്റ്സ് അല്ലെങ്കിൽ എനർജി സ്ട്രിപ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൽ പലതരത്തിലുള്ള ഹീബ്രു അക്ഷരങ്ങളും ആ അക്ഷരങ്ങൾ പല കളറുകളിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം നമ്മൾ സാവധാനം പഠിച്ചു വരും. ഇവിടെ ഭയങ്കര വെടിക്കെട്ടിന്റെ മേളമൊക്കെ നടക്കുകയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഭയങ്കരമായിട്ട് പടക്കം പൊട്ടുന്നതിന്റെ ഒച്ച ഭയങ്കരമാണ്. അപ്പോ സേക്രഡ്, വിശുദ്ധമായ ഹീബ്രു ലെറ്റേഴ്സും ആ വിശുദ്ധമായ വാക്കുകളുടെ ഡിവൈൻ, ദൈവികമായ ഫ്രീക്വൻസികളും, അതുപോലെ തന്നെ അതിനുപയോഗിക്കുന്ന വുഡ്, ബീച്ച് വുഡും,
അതുപോലെ തന്നെ ഉപയോഗിക്കപ്പെടുന്ന എനർജി പ്ലേറ്റ്സ് അല്ലെങ്കിൽ എനർജി സ്ട്രിപ്സും. മറ്റൊന്ന്, ഏറ്റവും അവസാനത്തെ എനർജി എന്ന് പറയുന്നത് ഹീലറുടെ, പ്രാക്ടീഷണറുടെ ഇന്റൻഷൻ. ഏതൊരു വ്യക്തിയാണോ ഹീൽ ചെയ്യുന്ന ആ വ്യക്തിയുടെ ഇന്റൻഷനും കൂടി ഹീബ്രു പെൻഡുലത്തിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. It works by sending healing vibration into the client's aura, chakras, subconscious mind, ancestor field and soul layers. എടുത്തോണ്ട് പോരെ. ഉണ്ട്. അപ്പോൾ ഈ ഹീലിംഗ് വൈബ്രേഷൻസ് ഒരു ക്ലയൻറ്റിൻ്റെ ഓറയിൽ പ്രവർത്തിക്കും, അതുപോലെ തന്നെ ചക്രകളിൽ പ്രവർത്തിക്കും, സബ് കോൺഷ്യസ് മൈൻഡുകളിൽ പ്രവർത്തിക്കും, പൂർവികരുടെ ആൻസിസ്റ്റർ ഫീൽഡ്, പൂർവികരുടെ മണ്ഡലങ്ങളിൽ, തലങ്ങളിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ജീവന്റെ ലെയേഴ്സ്, സോൾ ലെയേഴ്സ്, നമ്മളത് പഠിച്ചു വരും ഏതെല്ലാമാണ് സോൾ ലെയേഴ്സ് എന്നുള്ളത്. ഇപ്രകാരമുള്ള എല്ലാ തലങ്ങളിലും ഹീബ്രു പെൻഡുലത്തിൻ്റെ വൈബ്രേഷൻസ് കടന്നു ചെല്ലുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ട് ഹീബ്രു? വൈ ഹീബ്രു എന്ന് ചോദിച്ചാൽ, ഹീബ്രു ഭാഷ ഈസ് കൺസിഡേർഡ് എ സേക്രഡ് വൈബ്രേഷണൽ ലാംഗ്വേജ്. അത് ഒരു വിശുദ്ധമായ വൈബ്രേഷനുകൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധമായ വൈബ്രേഷൻസുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഭാഷയാണ് ഹീബ്രു. അതിൽ ഒരു സൗണ്ട് ഫ്രീക്വൻസി ഉണ്ട്, അതിലൊരു സ്പിരിച്വൽ ഫോഴ്സ് ഉണ്ട്, അതിൽ ഒരു കോൺഷ്യസ്നെസ് കോഡ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരു കോൺഷ്യസ്നെസ് കോഡ് അതിൽ ഇംപ്രിൻ്റ് ആണ്, അതിലൊരു ഹീലിംഗ് വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ 4 തരം സവിശേഷമായ കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു ഹീബ്രു ലാംഗ്വേജിൽ. അതിൻ്റെ സൗണ്ടിനൊരു ഫ്രീക്വൻസി ഉണ്ട്, അതുകൊണ്ടാണ് ഇത് വ്യക്തമായിട്ട് സാവധാനത്തിൽ നമുക്ക് പ്രൊനൗൺസ് ചെയ്ത് പഠിക്കാം. ഇനി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ സ്ട്രിപ്സിൻ്റെ മറ്റുള്ള എനർജികൾ വർക്ക് ചെയ്യും. പക്ഷെ സൗണ്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്, അതുകൊണ്ട് ആ എനർജി ഉപയോഗിക്കാം. ഒരു സ്പിരിച്വൽ, ആത്മീയ തലങ്ങളിലെ ഒരു ഫോഴ്സാണ്, ഒരു സേന, ഒരു സൈന്യം പോലെ ഉള്ള ശക്തിയുണ്ട്. അതുപോലെ തന്നെ കോൺഷ്യസ്നെസ് കോഡ് അതിലടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ വളരെ ശക്തമായ രോഗസൗഖ്യത്തിൻ്റെ വൈബ്രേഷൻസ് അതിലടങ്ങിയിരിക്കുന്നു. ഈവൻ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ലാംഗ്വേജ്, ദ ഫ്രീക്വൻസി വർക്ക്സ് ഓട്ടോമാറ്റിക്കലി. ഇപ്പം നിങ്ങൾക്ക് ആ വാക്കിനും ആ ഭാഷ അറിയില്ലെങ്കിൽ കൂടിയും അതിൻ്റെ ഫ്രീക്വൻസി ഓട്ടോമാറ്റിക്കലായി, ഇപ്പം നിങ്ങൾ ഒരു സ്ട്രിപ്പ് എടുത്ത് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങളത് പെൻഡുലത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഹീലിംഗിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹീലിംഗ് ഫ്രീക്വൻസി, ഹീലിംഗ് വൈബ്രേഷൻ, സ്പിരിച്വൽ ഫോഴ്സ്, കോൺഷ്യസ്നസ് കോഡ്, എക്സെപ്റ്റ് സൗണ്ട് ഫ്രീക്വൻസി, അത് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാം കൊണ്ട് തന്നെ അത് വളരെ വ്യക്തമായിട്ട് വർക്ക് ചെയ്യും. ഒരു ജസ്റ്റ് 1 മൊമെന്റ്, ഒരു ബ്രേക്ക്.
ഓക്കെ, സോറി ഫോർ വെയിറ്റിംഗ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഹീബ്രു പെൻഡിലം പ്രൊനൗൺസ് അറിയില്ലെങ്കിലും സൗണ്ട് ഫ്രീക്വൻസി നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ അറിയില്ലെങ്കിൽ പോലും അതിൻ്റെ 70-80% ശക്തിയിൽ ഇതിന് തന്നെത്താൻ പ്രവർത്തിക്കാനുള്ള ശക്തിയുണ്ട്. ഇനി സ്ട്രക്ചർ ഓഫ് എ ഹീലിംഗ് ഹീബ്രു കമാൻഡ്. ഒരു ഹീബ്രു കമാൻഡിന് 4 ലെയറുകളുണ്ട്. ഒന്നാമത്തെ ലെയർ ഹീബ്രു വേർഡ്, ആ വാക്കിൻ്റെ ലെയർ. 2 അതിൻ്റെ ഒറിജിനൽ സോഴ്സ് വൈബ്രേഷൻ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. മറ്റൊന്ന് നമ്മൾ പറയുന്ന പോലെ ആ കോഡ്. ഓക്കെ, അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വാക്ക് ഞാൻ ഉച്ചരിക്കാം. ആ വാക്ക് ഇപ്രകാരമാണ് കേൾക്കുന്നത്: റഫുവ സ്ലേമ. റഫുവ സ്ലേമ. ആ ഹീബ്രു പ്രൊനൗൺസിയേഷൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഹീലിംഗ് അല്ലെങ്കിൽ ടോട്ടൽ റെസ്റ്റോറേഷൻ എന്നതാണ് റഫുവ സ്ലേമ എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം. മലയാളത്തിൽ പൂർണ്ണ രോഗമുക്തി. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു രോഗത്തിനെയും നിങ്ങൾ പെൻഡുലം പിടിച്ചുകൊണ്ട്, അതിന് 2 സൈഡ് ഉണ്ട്, നമുക്കത് വീണ്ടും വിശദമാക്കാം. 2 കട്ടുള്ള വശം നിങ്ങളുടെ പെൻഡുലം കണ്ടിട്ടുണ്ടാകും. 2 കട്ട് ഉള്ള വശം താഴത്തിൽ പിടിക്കുന്ന, ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ഹീലിംഗ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത് ചക്ര ബാലൻസിനും പല ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച്, അപ്പോൾ ഈ കട്ട് മേളിൽ വരും. ഇങ്ങനെ 2 രീതിയിലാണ് പെൻഡുലം പിടിക്കേണ്ടത്. അപ്പോൾ പെൻഡുലം ഹീലിംഗ് പൊസിഷൻ പിടിച്ചുകൊണ്ട് റഫുവ സ്ലേമ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ പ്രവർത്തനം ചെയ്തു തുടങ്ങും. ടോട്ടൽ ഹീലിംഗ്, പൂർണ്ണമായ രോഗമുക്തി. റഫുമ സ്ലേമ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മാനുവലിൽ ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങളുണ്ട്. ആ മാനുവൽ പ്രകാരം തന്നെയാണ് ക്ലാസ് നമ്മൾ പോകുന്നത്. ഇനി എങ്ങനെയാണ് പെൻഡുലം വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പെൻഡുലം ഡിറ്റക്ട്സ് എനർജി. ഏത് വിധേനയുള്ള ഊർജ തലങ്ങളെയും പെൻഡുലം ഡിറ്റക്റ്റ് ചെയ്യും, കണ്ടെത്തും. ബ്ലോക്കുകളാണെങ്കിലും ഏത് തരത്തിലുള്ള കോഡുകൾ, ചരടുകൾ, കണക്ഷനുകൾ ആണെങ്കിലും ട്രോമകൾ കണ്ടുപെത്തും. ബ്ലാക്ക് മാജിക്കുകളെ ഏത് നിലവാരത്തിലുള്ളതും ഏത് തലങ്ങളിലുള്ള ബ്ലാക്ക് മാജിക്കിനെയും കണ്ടെത്തും. അതുപോലെ തന്നെ കാർമിക് പാറ്റേൺസ്, നമ്മൾ കർമ്മഫലങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി പഠിക്കേണ്ട ഒന്നാണ് കാർമിക് പാറ്റേൺസ്. പല കാർമിക് പാറ്റേൺസ് ഉണ്ട്, നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ പെൻഡുലം ഏത് വിധേനയുമുള്ള എനർജികളെ ഡിറ്റക്റ്റ് ചെയ്യും. മറ്റൊന്ന് പെൻഡുലത്തിൻ്റെ റെസ്പോൺസ് ആണ്. ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഹീലിങ്ങും, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് അത് ക്ലിയറിങ്, അതായത് ഒഴിവാക്കുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ പൊതുവെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ കൂട്ടിച്ചേർക്കുക, ഹീല് ചെയ്യുക, വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളും. ആൻറ്റി ക്ലോക്ക് ആണെങ്കിൽ അത് ഒഴിവാക്കുക, കുറയ്ക്കുക, മാറ്റിക്കളയുക എന്നതാണ്. ഇനി
അത് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ ന്യൂട്രലാണ്, അല്ലെങ്കിൽ ആ ഹീലിംഗ് സെഷൻ കംപ്ലീറ്റ് ആവുമ്പോൾ അത് സ്റ്റില്ലാവും. നമ്മൾ ചില കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഹീബ്രു സ്ട്രിപ്പുകൾ, എനർജി കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ചിലത് പ്രവർത്തിക്കുകയും ചിലത് ന്യൂട്രൽ ആകുകയും ചെയ്യുന്നതിൻ്റെ കാരണം അത് സ്റ്റില്ലായിട്ടും നിൽക്കും. ഹീബ്രു കമാൻഡ്സ് ആക്ടിവേറ്റ്സ് ഡിവൈൻ ഫ്രീക്വൻസി. ഞാനിപ്പോൾ പറഞ്ഞ റഫുവ ശ്ലേമ എന്ന ഹീബ്രു വാക്കിൻ്റെ പ്രൊനൗൺസിയേഷൻ, അതായത് ഹീബ്രു കമാൻഡ് ആ ഡിവൈൻ ഫ്രീക്വൻസിയെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ദ കമാൻഡ് വർക്ക്സ് ലൈക്ക് എ വൈബ്രേഷണൽ കീ. നമ്മൾ ഒരു കീ ഇട്ട് ഓപ്പൺ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ആ വാക്ക്, ഹീബ്രു വാക്ക് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എനർജി ഫീൽഡിലെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാനാകും. ഓറ ഹീൽസ്, ചക്ര ബാലൻസിങ്, സബ് കോൺഷ്യസ് റീറൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഹീബ്രു പെൻഡുലം കൊണ്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തെല്ലാം വാട്ട് യു ക്യാൻ ഹീൽ വിത്ത് ഹീബ്രു പെൻഡുലം എന്ന് ചോദിച്ചാൽ ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് ഒരു ഒഴിവാക്കലായിരിക്കും. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഹീബ്രു പെൻഡുലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഒന്ന്, ഇമോഷണൽ ലെവലിലുള്ള ഹീലിംഗ്. ഇമോഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ ആങ്സൈറ്റി, ഫിയർ, ലോൺലിനെസ്, ട്രോമ, ഇന്നർ ചൈൽഡ് വൂൺസ് തുടങ്ങിയ മേജർ ഏരിയകൾ. ആങ്സൈറ്റി വലിയൊരു പ്രശ്നമാണ്, ഫിയർ മറ്റൊരു പ്രശ്നമാണ്, ലോൺലിനെസ് ഏകാന്തത വലിയൊരു പ്രശ്നമാണ്, ട്രോമകൾ വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ ഒന്നാണ് ഇന്നർ ചൈൽഡ് വൂൺസ്. കൂടുതലായിട്ട് പെൻഡുലം പഠിച്ചവർക്ക് ഹീലിംഗ് ഫ്രീക്വൻസികളെ പഠിക്കുമ്പോൾ 200 ആൻഡ് ബിലോ എല്ലാം ലോ കോൺഷ്യസ് ഫ്രീക്വൻസികളാണ്. അതെല്ലാം ഇമോഷണൽ തലങ്ങളിലുള്ള ഹീലിങ്സ് ചെയ്യുവാനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് ഫിസിക്കൽ ഹീലിംഗ്. ഫിസിക്കൽ ഹീലിംഗിൽ പെടുന്ന ഒന്നാണ് ക്രോണിക് പെയിൻ. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ അനുഭവപ്പെടുന്ന വേദനകൾ, ക്രോണിക് പെയിൻ, അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിലാണെങ്കിലും അത് ഹീല് ചെയ്യപ്പെടും. അത് ഫിസിക്കലാണ്. ഫെറ്റീഗ്, തളർച്ച, ക്ഷീണം, സ്ലീപ്പ് ഇഷ്യൂസ്, എല്ലാ തരത്തിലുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, സ്ലീപ്പ് ഇഷ്യൂസ്, അത് ശാരീരികമാണ്. അതുപോലെ തന്നെ എനർജറ്റിക് സിംറ്റംസ്. എനർജറ്റിക് സിംറ്റംസ് എന്ന് പറയുന്നത് ഒറ്റ വാക്കിലത് പറയുമ്പോൾ അതിൽ ബ്ലാക്ക് മാജിക്കുകൾ, ഈവിൾ ഐകൾ, കേഴ്സസ്, കാർമിക് പാറ്റേണുകൾ തുടങ്ങി ധാരാളം കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനെല്ലാം ഒരുമിച്ച് പറയുന്ന ഒന്നാണ് എനർജറ്റിക് സിംറ്റംസ്. അപ്പോൾ ഇമോഷണൽ കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞു. മറ്റൊന്നാണ് സ്പിരിച്വൽ തലങ്ങളിൽ വരുന്നത് ഓറ ഡാമേജ്, ഓറയിൽ ഉണ്ടാവുന്ന വിള്ളലുകൾ, ഓറയിൽ ഉണ്ടാവുന്ന മറ്റ് എനർജി ഇൻട്രൂഡ് അതിക്രമങ്ങൾ, അതെല്ലാം സ്പിരിച്വലാണ്. ഈവിൾ ഐ, ബ്ലാക്ക് മാജിക്, സോൾ ഫ്രാഗ്മെന്റേഷൻ, പാസ്റ്റ് ലൈഫ് ഇഷ്യൂസ്, ഫാമിലി ട്രീ കർമ്മ എന്ന് തുടങ്ങിയ മേജർ കാര്യങ്ങളെല്ലാം തന്നെ സ്പിരിച്വൽ കാറ്റഗറിയിൽ പെടും. അതിനെല്ലാം തന്നെ ഹീബ്രു പെൻഡുലം കൊണ്ട് ഹീല് ചെയ്യാൻ കഴിയും. അപ്പോൾ 3 തലങ്ങൾ: ഇമോഷണൽ ഹീലിംഗ്, ഫിസിക്കൽ ഹീലിംഗ്, അത് ഏത് തരത്തിലുള്ള രോഗങ്ങളായിക്കോട്ടെ അതിനെല്ലാം പരിഹാരമുണ്ട്. ഒരു പരിധി വരെ ചിലതെല്ലാം പ്യുവർ മെഡിക്കൽ അസോസിയേറ്റഡ് ആണെങ്കിൽ അത് തന്നെ നടക്കും. അത് ഡയഗ്നോസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. സ്പിരിച്വൽ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇഷ്യൂസിനെ നമുക്ക് ഹീബ്രു പെൻഡുലത്തിൽ പരിഹാരങ്ങളുണ്ട്. 4മതൊരു തലമുണ്ട്, മെറ്റീരിയൽ, മണി ബ്ലോക്സ്, ബിസിനസ് ബ്ലോക്കേജ്, റിലേഷൻഷിപ്പ് ഇംബാലൻസ് തുടങ്ങി മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫണ്ടമെൻ്റലായിട്ട് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിൽ വരുന്ന ഒന്നാണ് മണി ബ്ലോക്കുകൾ, അതുപോലെ തന്നെ ബിസിനസ് ബ്ലോക്കേജുകൾ,
റിലേഷൻഷിപ്പ് ഇംബാലൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കോമ്പണൻസ് നീഡഡ് ഫോർ ഹീലിംഗ്. എന്തെല്ലാം വസ്തുക്കളാണ് നമുക്ക് ഹീബ്രു പെൻഡുലം ഹീലിംഗിന് ആവശ്യം? ഒന്നാമതായിട്ട് വേണ്ടത് ഹീബ്രു പെൻഡുലം. അതുകൊണ്ടാണ് എല്ലാവരുടെയും കയ്യിൽ പെൻഡുലം എത്തിയ ശേഷം ഈ ക്ലാസ് എടുക്കുക. പലരും ഇപ്പോൾ ക്ലാസ്സിൽ കയറാൻ താല്പര്യമുണ്ട്, പെൻഡുലം പിന്നെ വാങ്ങാം എന്നെല്ലാം പറയുന്നവരാരെയും തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താത്തതിന് കാരണം നിങ്ങൾക്കിത് തുടക്കം തന്നെ പ്രാക്ടീസ് ചെയ്തു പോകാനുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട കോമ്പണൻസിൽ അടിസ്ഥാന വസ്തുക്കളിൽ ഒന്നാണ് ഹീബ്രു പെൻഡുലം. രണ്ടാമതാണ് സെറ്റ് ഓഫ് സ്ട്രിപ്സ്. ഇതും അത്യാവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പ്യുവർ ഇൻറ്റൻഷൻ. ഹീബ്രു പെൻഡുലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്യുവർ, നിർമ്മലമായ, സത്യമുള്ള ഇൻറ്റൻഷനുകൾ, ആഗ്രഹങ്ങൾ ആണ് ഇതിനു വേണ്ടി ഒരുക്കേണ്ടത്. മറ്റൊരു തരത്തിലുള്ള മറ്റൊരാളെ ദ്രോഹിക്കുന്നതോ വളരെ സെൽഫിഷ് ആയിട്ടോ ഉള്ളതല്ല. നമ്മൾ തന്നെ മനസ്സിലാക്കണം പ്യുവർ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്. പ്യുവർ ഇൻറ്റൻഷൻ വേണം. ക്ലീൻ സ്പേസ്, പരിശുദ്ധമായ ഒരു സ്ഥലം വേണം. സ്ഥലങ്ങൾ എങ്ങനെ പരിശുദ്ധമാക്കാമെന്നെല്ലാം മുൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പുതിയ ആളുകൾക്ക് വേണ്ടി പറയാം, നിങ്ങളുടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന മുറി അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വൃത്തിയുള്ളതായിരിക്കണം. വൃത്തി, ഫിസിക്കൽ ക്ലീൻനെസ് പ്ലസ് സ്പിരിച്വൽ ക്ലീൻനെസ്. സ്പിരിച്വൽ ക്ലീൻനെസ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ക്ലെൻസ് ചെയ്യുക, പുകയ്ക്കുക. കുന്തിരിക്കം പുകയ്ക്കാം, കർപ്പൂരം, പച്ചക്കർപ്പൂരം പുകയ്ക്കാം, ദശാംഗം പുകയ്ക്കാം തുടങ്ങി ധാരാളം വസ്തുക്കൾ ഉപയോഗിച്ച് പുകയ്ക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാനുള്ള പെൻഡുലം ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യാൻ പഠിച്ചവർക്ക് പെൻഡുലം ക്ലെൻസിങ് ചെയ്യാം. ഓറ ക്ലെൻസ് ചെയ്യുന്ന, സ്പേസ് ക്ലെൻസ് ചെയ്യുന്ന എനർജി സ്പ്രേകളുണ്ട്. എസൻഷ്യൽ ഓയിലുകളും ക്രിസ്റ്റലുകളും മറ്റ് എനർജി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്ലെൻസിങ് സ്പ്രേകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ സ്പേസ് ക്ലെൻസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും പരിശുദ്ധമായ, വൃത്തിയുള്ള, ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഉള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് ആവശ്യമാണ്. അടുത്തത് നിങ്ങൾക്ക് വേണ്ടത് ഹീലിങ്ങിന് മുമ്പായിട്ടുള്ളത് പ്രൊട്ടക്ഷൻ ഇൻവോക്കേഷൻ ആണ്. ഒരു സുരക്ഷ ഉറപ്പാക്കണം. അതിനെ നിങ്ങൾ ഉണർത്തണം. ഒരു സുരക്ഷ ഉണർത്തേണ്ടത് ആവശ്യമാണ്. പ്രൊട്ടക്ഷൻ ഇൻവോക്കേഷൻ വേണം. മറ്റൊന്ന് ക്ലയന്റ് ഇൻ പേഴ്സൺ. ഒരു വ്യക്തി നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കാം, ഇല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിമോട്ടായിട്ട് നിങ്ങൾക്ക് വിറ്റ്നസ് കാർഡ് എന്ന് പറയുന്ന പെൻഡുലത്തിൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള വിറ്റ്നസ് കാർഡ് ഉപയോഗിക്കാം. ഏറ്റവും നല്ലത് ഫോട്ടോ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വ്യക്തികളെ നേരിട്ട് കൊണ്ടുവരിക എന്നുള്ള മാർഗമാണ്. ഇത്രയും കാര്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീലിംഗ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് പഠിച്ചു പോകാം. ബിഫോർ ഹീലിംഗ് നിങ്ങൾ ചെയ്യേണ്ടത് ക്ലീൻ ദ റൂം. എങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്യുക. ഇൻസെൻസ് ഉപയോഗിക്കുക, കർപ്പൂരം ഉപയോഗിക്കുക, സൗണ്ട് ബോൾ ഉപയോഗിക്കുക, സോൾട്ട് വാട്ടർ ബോൾ, പല തരത്തിലുള്ള ക്ലെൻസിങ് മെത്തേഡ്സുകളെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ രീതിയിൽ നിങ്ങളുടെ ക്ലെൻസിങ്, നിങ്ങളുടെ റൂമിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഗ്രൗണ്ട് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ നിങ്ങൾ തയ്യാറാക്കുക. അതിന് അർത്ഥം നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഇമോഷണൽ ഇംബാലൻസുകൾ പാടില്ല. വളരെ ശാന്തമായിട്ട്, സിറ്റ് കംഫർട്ടബിളി, വളരെ സുഖകരമായിട്ട് നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ ശ്വാസം വളരെ ശക്തമായിട്ട് എടുക്കുകയും അത് ഹോൾഡ് ചെയ്ത് വിടുകയും, ബ്രീത്തിങ് എക്സസൈസ് അല്പസമയം ചെയ്യുക നിങ്ങളുടെ എനർജികൾ ബാലൻസ്ഡ് ആകുവാൻ. പെൻഡുലം ഹീലിംഗ് അഡ്വാൻസ്ഡ് ഒക്കെ പഠിച്ചുള്ളവർക്ക് പെൻഡുലം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ
ഗ്രൗണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഗ്രൗണ്ട് ആകാനുള്ള മെത്തേഡുകൾ ക്രിസ്റ്റൽസ് ഉണ്ട്, ക്രിസ്റ്റൽ ഗ്രിഡുകൾ, അതുപോലെ തന്നെ ചില എമറ്റൈറ്റ് പോലെയുള്ള വളരെ ശക്തമായിട്ട് സ്മോക്കി കോഡ്സ് ഒക്കെ തുടങ്ങിയിട്ടുള്ള സ്റ്റോൺസുകൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാവുന്നതാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് മൂന്നാമത്തെ സ്റ്റേജിൽ നിങ്ങൾ പെൻഡുലം നിങ്ങളുടെ കൈകളിൽ എടുക്കുക. എങ്ങനെ എടുക്കേണ്ടത്? നിങ്ങളുടെ തമ്പും ഇൻഡെക്സ് ഫിംഗറും എങ്ങനെയാണ് പെൻഡുലം പിടിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങളുടെ ഈ 3 വിരലുകൾ അടയ്ക്കുക. നിങ്ങൾ തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരലും തമ്പും ഉപയോഗിച്ച് ഇപ്രകാരം പിടിക്കുക. ദെൻ നിങ്ങളുടെ കൈ റിസ്റ്റ് വളരെ റിലാക്സ്ഡ് ആയിരിക്കണം. ഒട്ടും തന്നെ ട്വിസ്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വേദന എടുക്കുന്ന രീതിയിലല്ല, വളരെ റിലാക്സ്ഡ് ആയ റിസ്റ്റ് ആയിരിക്കണം. അതിനുശേഷം ചൂസ് ഹീബ്രു കമാൻഡ്, ഫോക്കസ് ഓൺ ദ ഡിസയേർഡ് ഇൻറ്റൻഷൻ. നിങ്ങളൊരു പ്യുവർ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 6 കാര്യങ്ങൾ പറഞ്ഞതിൽ ഇൻറ്റൻഷൻ, പ്യുവർ ഇൻറ്റൻഷൻ, ആ ഡിസയേർഡ് ആഗ്രഹപ്രകാരമുള്ള ഇൻറ്റൻഷന് ആവശ്യമായ ഹീബ്രു കമാൻഡ് നിങ്ങൾ എടുക്കണം. അത് നിങ്ങൾ പഠിച്ചു വരും, മനസ്സിലാവും. ധാരാളം ആവശ്യങ്ങൾക്കുള്ള ഇൻറ്റൻഷനും കമാൻഡുകളും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 5ാമത്തെ സ്റ്റെപ്പ് എനർജി സ്കാൻ ചെയ്യുക. എനർജി സ്കാൻ ചെയ്യുമ്പോൾ ക്രൗൺ ചക്ര തൊട്ട് റൂട്ടിലേക്ക് ചെയ്യണം. അപ്പോൾ ചക്രകളിൽ ആദ്യം പിടിക്കുക, ക്രൗൺ ചക്ര പിടിച്ച്, തേർഡ് ഐ പിടിച്ച്, ത്രോട്ട്, ഹാർട്ട്, സോളാർ പ്ലെക്സ്, സേക്രൽ, റൂട്ട്. അതിനുശേഷം എന്ത് ചെയ്യണം? ഓറ ലേയേഴ്സിനെ ചുറ്റും, ഓറയിൽ വിള്ളലുകൾ ഉണ്ടോ എന്നുള്ള ഓറ ലേയേഴ്സിനെയും പരിശോധിക്കണം. അതായത് പെൻഡുലം കൊണ്ടുള്ള എനർജി സ്കാനിങ്. അത് നമുക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ സെഷൻ വെക്കണം. പ്രാക്ടിക്കൽ സെഷനിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് വളരെ ഡീപ്പായിട്ട് നമുക്ക് ആ പ്രാക്ടിക്കൽ സെഷൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം. അത് വന്ന് ചേരാൻ പറ്റാത്തവർക്ക് ആ വീഡിയോ നമുക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. കഴിയുന്നതും അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് വരാൻ പറ്റാത്ത സാഹചര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ആ പ്രാക്ടിക്കൽ സെഷൻ്റെ വീഡിയോ കവറേജ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ഇൻവൊക്കേഷൻ നമ്മൾ പറഞ്ഞു. 6 കാര്യങ്ങളിൽ 5ാമത്തെ പ്രൊട്ടക്ഷൻ ഇൻവൊക്കേഷനിൽ പറയുന്ന കാര്യം ബേസിക് ഹീലിംഗ് ഇൻവൊക്കേഷൻ. നമ്മൾ ആർക്കാണെങ്കിലും ഏത് വ്യക്തിക്കാണെങ്കിലും നമ്മൾ ഹീബ്രു പെൻഡുലം എടുത്ത് ഒരു ഹീലിംഗ് സെഷൻ ചെയ്യുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കമാൻഡ് ഉണ്ട്. അതിൻ്റെ ഉച്ചാരണം പറയാം. ബെഷേം ഹ ഓർ ഹ എലോഹി. ബെഷേം ഹ ഓർ ഹ എലോഹി. ബെഷേം ഹ ഓർ ഹ എലോഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബൈ ദ നെയിം ഓഫ് ദ ഡിവൈൻ ലൈറ്റ് ഹീലിംഗ് ബിഗിൻസ്. അതാണ് അതിൻ്റെ അർത്ഥം. ബൈ ദ നെയിം ഓഫ് ദ ഡിവൈൻ ലൈറ്റ് ഹീലിംഗ് ബിഗിൻസ്. ദൈവികമായ വെളിച്ചത്തിൻ്റെ പേരിൽ ഹീലിംഗ് ആരംഭിക്കുന്നു. അതാണ് ബെഷേം ഹ ഹോർ ഹ എലോഹി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ പെൻഡുലം പിടിച്ചുകൊണ്ട്
ആദ്യം ഏത് ക്ലയൻറ്റുകളാണെങ്കിലും ഏത് സെഷനാണെങ്കിലും പറയേണ്ട ആദ്യത്തെ കമാൻഡാണ് ബെഷേം ഹ ഓർ ഹ എലോഹി എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞ് ഉച്ചരിച്ച് അത് പഠിക്കണം. സേ ദിസ് ബിഫോർ എവറി സെഷൻ. ഏത് സെഷൻ തുടങ്ങുന്നതിനേക്കാളും മുന്നിൽ ഇത് പറയണം. അതിനുശേഷം പറയേണ്ട ഒരു പ്രൊട്ടക്ഷൻ കമാൻഡ് ഉണ്ട്. അതും എല്ലാ സെക്ഷനും പറയണം. അത് പ്രാക്ടീഷണർ പ്രൊട്ടക്ഷൻ കമാൻഡാണ്. ഹീൽ ചെയ്യുന്ന വ്യക്തിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കമാൻഡാണ്. അത് ഹീബ്രുവിൽ പറയുന്നത് ഹഗ്ന എലോഹിത്. ഹഗ്ന ഹഗ്ന എലോഹിത്. അഹ്ന എലോഹിത്. അഹ്ന എലോഹിത് എന്ന് പറഞ്ഞാൽ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഓവർ പ്രാക്ടീഷണർ ആൻഡ് ക്ലയൻറ്റ്. ഇതിൻ്റെ കൂടെ ക്ലയൻറ്റിൻ്റെയും കൂടിയും സുരക്ഷ ഉറപ്പാക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹീലറിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ പ്രൊട്ടക്ഷനും ഉറപ്പുവരുത്തുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ കമാൻഡ് ബെഷേം ഹ ഓർ ഹ എലോഹി എന്ന് കഴിഞ്ഞ് പെൻഡുലം സ്റ്റില്ലായി കഴിഞ്ഞാൽ അടുത്ത കമാൻഡ് പറയുന്നത് അഹ്ന എലോഹിത്. അത് കഴിഞ്ഞിട്ടാണ് സെഷനുകൾ തുടങ്ങുക. അപ്പോൾ അഹ്ന എലോഹിത് എന്നതിൻ്റെ അർത്ഥം ചെയ്യുന്ന വ്യക്തിക്കും ഹീലറിനും ക്ലയൻറ്റിനും ദൈവികമായ പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ള കമാൻഡാണ്. അതിനുശേഷം കമാൻഡുകൾ പറയുക. എന്തെല്ലാം? പ്രൊട്ടക്ഷൻ, ക്ലെൻസിങ് കമാൻഡ്, മെയിൻ ഹീലിംഗ് കമാൻഡ്, ബാലൻസിങ് കമാൻഡ്, സീലിംഗ് കമാൻഡ്. ഇതാണ് ഇതിൻ്റെ ഓർഡർ. നമ്മൾ പ്രൊട്ടക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റ് പ്രൊട്ടക്ഷൻ കമാൻഡുകൾ വരും. പക്ഷേ ഈ രണ്ട് കമാൻഡുകൾ എപ്പോഴും നമ്മൾ അഹ്ന എലോഹിത് എന്ന് പറഞ്ഞുള്ള പ്രൊട്ടക്ഷൻ ആരംഭിച്ച ശേഷം ഓരോ കാര്യങ്ങൾക്കും മറ്റു തലങ്ങളിലുള്ള പ്രൊട്ടക്ഷൻ കമാൻഡുകളുണ്ട്. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അഹ്ന എലോഹിത് എന്ന് പറയുന്ന കമാൻഡ് ഇറ്റ്സ് എ മസ്റ്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ആദ്യത്തെ എന്താണ്? ബെഷേം ഹ ഓർ ഹ എലോഹി ബൈ ദ നെയിം ഓഫ് ദ ഡിവൈൻ ലൈറ്റ്. ദിവ്യമായ പ്രകാശത്തിൻ്റെ പേരിൽ ഹീലിംഗ്, രോഗശാന്തി ശുശ്രൂഷ സ്റ്റാർട്ട് ചെയ്യുന്നു, ആരംഭിക്കുന്നു. അത് വളരെ മസ്റ്റാണ്. അതിനോട് ചേർന്ന് തന്നെ പറയുക അഹ്ന എലോഹിത്. അതിനുശേഷം പ്രൊട്ടക്ഷൻ, ക്ലെൻസിങ് കമാൻഡുകൾ, മെയിൻ ഹീലിംഗ് എന്താണ് വ്യക്തമായിട്ട് ഹീൽ ചെയ്യേണ്ട കമാൻഡ്, അതിനുശേഷമുള്ള ബാലൻസിങ് കമാൻഡുകൾ, അതിനുശേഷമുള്ള സീലിംഗ് കമാൻഡ്. ഇതാണ് ഹീബ്രു പെൻഡുലം ചെയ്യുന്നതിൻ്റെ ആ മോഡ് ഓഫ് ഹീലിംഗ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ കഴിഞ്ഞു, ക്ലെൻസിങ് കമാൻഡുകൾ കഴിഞ്ഞു, മെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രശ്നപരിഹാരമായിട്ടുള്ള കമാൻഡുകൾ കഴിഞ്ഞ ശേഷം ഇതെല്ലാം ബാലൻസിങ് ചെയ്യാനുള്ളൊരു കമാൻഡ്. അതിനുശേഷം ഇത് മുദ്ര വയ്ക്കുന്ന കമാൻഡോട് കൂടിയാണ് എല്ലാ സെഷനുകളും അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ എല്ലാ ഹീലിങ്സും വളരെ സുരക്ഷിതമായിരിക്കും, പൂർണ്ണമായിരിക്കും, വളരെ ശക്തമായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഹീബ്രു പെൻഡുലം ഹീലിംഗിൽ ഈ 5 തല കാര്യങ്ങൾ, പ്രൊട്ടക്ഷൻ, ക്ലെൻസിങ്, മെയിൻ ഹീലിംഗ് കമാൻഡ്, ബാലൻസിങ് കമാൻഡ്, സീലിംഗ് കമാൻഡ് തുടങ്ങിയ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ചെയ്യുന്ന ഹീലിംഗ് സെഷൻ വളരെ സുരക്ഷിതമായിരിക്കും, പൂർണ്ണതയുള്ളതായിരിക്കും, വളരെ ശക്തിയുള്ളതായിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഇത്രയാണ് പഠിക്കാനുള്ളത്. നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങളെല്ലാം ഒരു നോട്ട് നിങ്ങളിപ്പോൾ തന്നെ എഴുതി പോവുകയാണെങ്കിൽ നമ്മൾ ക്ലാസ്സിന് ശേഷമുള്ള ക്വസ്റ്റ്യൻ ആൻസറിൽ നിങ്ങൾക്ക് ആ സംശയങ്ങൾ ചോദിക്കാം. അല്ലെങ്കിൽ ഇടയ്ക്കിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ
കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതുകൊണ്ട് നിങ്ങൾ സംശയങ്ങൾ വരുമ്പോൾ ഒരു പേപ്പർ പേന കയ്യിൽ എപ്പോഴും കരുതുക, അത് എഴുതി വയ്ക്കുക. ചാപ്റ്റർ 2, ഹൗ ടു ഹോൾഡ് പ്രോഗ്രാം പ്രൊട്ടക്ട് ദ ഹീബ്രു പെൻഡുലം. എങ്ങനെയാണ് ഒരു ഹീബ്രു പെൻഡുലം പിടിക്കേണ്ടത് അത് ഞാൻ കാണിച്ചു തന്നു. പ്രോഗ്രാം ചെയ്യേണ്ടത്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഹൗ ടു ഹോൾഡ് എ ഹീബ്രു പെൻഡുലം. ദ വേ യു ഫിസിക്കലി ഹോൾഡ് ദ പെൻഡുലം ഡിറ്റർമിൻസ് ആക്യുറസി. നിങ്ങൾ പിടിക്കുന്ന രീതികൾ കാരണം അതിൻ്റെ ആക്യുറസി, അതിൻ്റെ സെൻസിറ്റിവിറ്റി, സേഫ്റ്റി, എനർജി ഫ്ലോ ഇതെല്ലാം അടങ്ങിയിരിക്കും. നിങ്ങൾ പെൻഡുലം പിടിക്കുന്ന പൊസിഷൻ എങ്ങനെയാണ് എന്ന അനുസരിച്ച് ആക്യുറസി വ്യത്യാസപ്പെടും. അതിൻ്റെ പെൻഡുലത്തിൻ്റെ സെൻസിറ്റിവിറ്റി, അതിൻ്റെ വളരെ സെൻസിറ്റീവാണ് ഹീബ്രു പെൻഡുലം. നിങ്ങൾ പെൻഡുലങ്ങൾ കയ്യിലെടുത്തപ്പോൾ മനസ്സിലായി കാണും, മറ്റു പെൻഡുലങ്ങളെക്കാളും വളരെ സെൻസിറ്റിവിറ്റിയാണ്. വളരെ നമ്മൾ പറയുകയാണെങ്കിൽ ലോലഹൃദയം എന്നുള്ള രീതിയിൽ വളരെ അതിസൂക്ഷ്മമായ വൈബ്രേഷനുകൾ പിടിക്കാനായിട്ട് അത് കഴിവുള്ളതിനാൽ അത് വളരെ സെൻസിറ്റിവിറ്റിയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോട് വേണം ഉപയോഗിക്കാൻ. അതിൻ്റെ സുരക്ഷിതത്വം, സേഫ്റ്റി, അതിൻ്റെ എനർജി ഫ്ലോ. ഹാൻഡ് പൊസിഷൻ നമ്മൾ പറഞ്ഞ് എല്ലാ പെൻഡുലങ്ങളും പിടിക്കുന്ന പോലെ നിങ്ങളുടെ ഡോമിനൻറ്റ് ഹാൻഡ്, പൊതുവെ ആളുകളിൽ വലത് കൈയാണ്. ഇനി നിങ്ങളുടെ ഡോമിനൻറ്റ് ഹാൻഡ് ഇടത് കൈ ആണെങ്കിൽ ഇടത് കൈ കൊണ്ട് പിടിക്കുക. അപ്പോൾ പെൻഡുലം പിടിക്കേണ്ടത് നിങ്ങളുടെ ഡോമിനൻറ്റ് ഹാൻഡ് ഏതാ, നിങ്ങൾ വലം കയ്യനാണോ ഇടം കയ്യനാണോ എന്നുള്ളതാണ് നിങ്ങൾ പിടിക്കാൻ ഉപയോഗിക്കേണ്ട കൈ. ചരടിന് നിങ്ങൾ പിടിക്കേണ്ടത് നിങ്ങളുടെ ഇൻഡെക്സ് ഫിംഗറിനും, അതായത് ചൂണ്ടുവിരലിനും തന്തവിരലിനും കൊണ്ടാണ് പിടിക്കേണ്ടത്. റിസ്റ്റ് ലൂസ് ആൻഡ് റിലാക്സ്ഡ് ആയിരിക്കണം. ഒട്ടും തന്നെ റിജിഡ് ഫോമിൽ ഒരേ പൊസിഷനിലൊന്നും വെക്കരുത്. വളരെ കൈ ലൂസായിരിക്കണം എന്നുള്ള രീതിയിൽ അത് മനസ്സിലാക്കണം. ഇനി പെൻഡുലം ഷുഡ് ഹാങ് ഫ്രീലി വിത്തൗട്ട് ടച്ചിങ് എനിത്തിങ്. പെൻഡുലം ഏതെങ്കിലും ഒബ്ജക്റ്റിൽ സ്പർശിക്കരുത്. ഏത് ഒബ്ജക്റ്റിൻ്റെയും ഒരു 2 സെൻറ്റിമീറ്റർ മുകളിലെങ്കിലും മിനിമം പിടിക്കാനായിട്ട് ശ്രമിക്കുക. പെൻഡുലം കറങ്ങുമ്പോൾ പെൻഡുലം അത് മറ്റ് ഇതിൽ തൊടാനായിട്ട് ഇടയാവരുത്. ബോഡിയിൽ പിടിക്കുമ്പോൾ 5 to 10 സെൻറ്റിമീറ്റർ എബോവ് ബോഡി അല്ലെങ്കിൽ ചക്ര പോയിന്റുകൾക്ക് മുകളിൽ 5 മുതൽ 10 സെൻറ്റിമീറ്റർ അകലം നിങ്ങൾക്ക് വയ്ക്കാം. 5 സെൻറ്റിമീറ്റർ തൊട്ട് 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വേണം ശരീരത്തിലോ അല്ലെങ്കിൽ ഓറ സെൻറ്ററിലോ പിടിക്കാൻ. ഒരു വ്യക്തിയുടെ ഒരു പിക്ചർ ആണെങ്കിൽ, ഒരു ഫോട്ടോയാണെങ്കിൽ അതിൻ്റെ 10 മുതൽ 15 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വേണം പിടിക്കാൻ. ഒരു പിക്ചർ ആണെങ്കിൽ അതിൻ്റെ 10 മുതൽ 15 സെൻറ്റിമീറ്റർ അകലത്തിൽ വേണം പിടിക്കുവാൻ. ബോഡി പോസ്റ്റർ, സിറ്റ് സ്ട്രെയിറ്റ്, നടു നിവർത്തി ഇരിക്കുവാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ 2 കാൽപാദങ്ങളും നിലത്ത് സ്പർശിച്ചിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ബോത്ത് ഫീറ്റ് ടച്ചിങ് ദ ഗ്രൗണ്ട്. നിങ്ങൾ 2 കാൽപാദങ്ങളും നിലത്ത് സ്പർശിച്ചിരിക്കണം. നിങ്ങളുടെ ഷോൾഡേഴ്സ് റിലാക്സ്ഡ് ആയിരിക്കണം. നിങ്ങളുടെ ശ്വാസം വളരെ ശാന്തമായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ബ്രീത്തിങ് എക്സസൈസ് പറയുന്നത്. ഒരിക്കലും നിങ്ങളുടെ കാലുകൾ ക്രോസ് ചെയ്ത് വെക്കരുത്. അതുപോലെ കൈയും കെട്ടി ക്രോസ് ചെയ്ത് ഇരിക്കരുത്. നിങ്ങളുടെ എനർജിയെ അത് ബ്ലോക്ക് ചെയ്യും. നിങ്ങളുടെ കാലുകളും നിങ്ങളുടെ കൈകളും ക്രോസ് പൊസിഷനിൽ വരരുത്. പ്രത്യേകിച്ച് കാലാണ്. പലപ്പോഴും കാല് നമ്മൾ അറിയാതെ ക്രോസ് പൊസിഷനിലേക്ക് പോകും. അത് പാടില്ല. സിറ്റിംഗ് പൊസിഷൻ, 2 കാൽപാദങ്ങളും തറയിൽ സ്പർശിച്ച് സ്പൈനൽ കോഡ് നേരെ നിവർന്നിരുന്ന് ഷോൾഡേഴ്സുകൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ശാന്തമായി ശ്വാസം ചെയ്തുകൊണ്ട് ഇരിക്കണം. കാലുകൾ ക്രോസ് ചെയ്യരുത്. കൈ അതുപോലെ തന്നെ ഒരു കൈ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ കൈ നമുക്ക് ഒരു തടസ്സം വരുന്ന രീതിയിൽ ബ്ലോക്ക് ആയിട്ട് വെക്കരുത്. മറ്റൊന്ന്, പെൻഡുലം മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം.
Hebrew pendulum gives simple powerful signal. Clockwise rotation healing ആണ്, അത് എനർജൈസിങ് ആണ്, ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ഉള്ള റൊട്ടേഷൻ എപ്പോഴും എന്താണ്? അത് ഹീലിംഗ് ചെയ്യുന്നു, അത് എനർജൈസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു, അത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആൻറ്റി ക്ലോക്ക് റൊട്ടേഷൻ അത് ക്ലെൻസിങ് ആണ്, അത് ക്ലിയറിങ് ആണ്, അത് റിമൂവിങ് ആണ്. വെർട്ടിക്കൽ സ്വിങ് രണ്ട് തരം, വെർട്ടിക്കൽ സ്വിങ്ങും ഹൊറിസോണ്ടൽ സ്വിങ്ങും ഉണ്ട്. വെർട്ടിക്കൽ സ്വിങ് അത് സെർച്ചിങ് ആണ്, സ്കാനിങ് ആണ്, അലൈൻമെൻ്റ് ആണ്. ഹൊറിസോണ്ടൽ സ്വിങ് ബാലൻസിങ് ആണ്, സ്റ്റെബിലൈസിങ് ആണ്. സ്റ്റിൽനെസ് അനങ്ങാതെ നിൽക്കുന്നത് ഒന്നുകിൽ ഹീലിംഗ് കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ അത് ന്യൂട്രൽ സ്റ്റേറ്റ്, അതും അല്ലെങ്കിൽ അത് നോ ആക്ഷൻ റിക്വയർഡ്. നമ്മൾ പലതും സെലക്ട് ചെയ്യുമ്പോൾ അത് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണെങ്കിൽ നോ ആക്ഷൻ റിക്വയർഡ് എന്നുള്ള, അല്ലെങ്കിൽ ന്യൂട്രൽ സ്റ്റേറ്റ് എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. 5 തരത്തിലുള്ള മൂവ്മെൻറ്റ്സുകൾ മനസ്സിലാക്കിയിരിക്കണം. How to program Hebrew pendulum. Programming allows you to activate the pendulum with divine energy. This creates purity, accuracy and strong healing power. എങ്ങനെയാണ് നിങ്ങളുടെ ഹീബ്രു പെൻഡുലത്തിനെ പ്രോഗ്രാം ചെയ്യുന്നത്? പ്രോഗ്രാം ചെയ്യുന്നത് പ്യൂരിറ്റി, നിർമ്മലത കൂടുന്നു, ആക്യുറസി കൂടുന്നു, അതുപോലെ തന്നെ സ്ട്രോങ് ഹീലിംഗ് പവർ അതിലുണ്ടാവാനായിട്ടെല്ലാം പ്രോഗ്രാമിംഗ് ഉപകാരപ്പെടും. ഫസ്റ്റ് വൺ, ക്ലെൻസിങ് ഇൻവൊക്കേഷൻ. നമ്മുടെ പെൻഡുലം പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ക്ലെൻസിങ് ഇൻവൊക്കേഷൻ പറയുന്ന ഹീബ്രു വാക്കാണ് തിഹൂർ ഹ ക്ലി. തിഹൂർ ഹ ക്ലി. തിഹൂർ ഹ ക്ലി. അതിൻ്റെ അർത്ഥം ഇൻസ്ട്രുമെന്റ് പ്യൂരിഫിക്കേഷൻ. അപ്പോൾ നിങ്ങളുടെ ഹീലിംഗ് സെഷന് വേണ്ടി പെൻഡുലം എടുക്കുന്നതിന് മുമ്പ് പെൻഡുലത്തിനോട് പറയുന്നത്, പെൻഡുലം നിങ്ങൾ കൈകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് പറയേണ്ട ഒരു കമാൻഡാണ് എന്ത്? തിഹൂർ ഹ ക്ലി. അത് പറഞ്ഞതിന് ശേഷം പെൻഡുലം എടുക്കുക. ഇത് പെൻഡുലം പ്രോഗ്രാം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പെൻഡുലങ്ങൾ ഉണ്ടെങ്കിൽ ആ പെൻഡുലങ്ങൾ നിങ്ങൾ മുമ്പിൽ വെക്കുക, നിങ്ങൾ ടേബിളിൽ മുമ്പിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇത് ആവർത്തിച്ച് 1-2 പ്രാവശ്യം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം. തിഹൂർ ഹ ക്ലി. തിഹൂർ ഹ ക്ലി. ആർക്കെങ്കിലും അത് എന്നോട് കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. നിങ്ങളുടെ മൈക്ക് മാറ്റിയ ശേഷം നിങ്ങൾക്കത് പറയാം. ക്ലിഹു ആ ക്ലി. തിഹൂർ. ക്ലിഹു. ക്ലിഹു. തെറ്റാണ് പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുക. തീയുടെ തീ. തിഹൂർ. തീയുടെ ഫയർ എന്ന് പറയുന്ന തീ. തീയുടെ തീ. ഹൂർ. അതാണ് ഒരു വാക്ക്. തിഹൂർ. അടുത്ത വാക്കാണ് ഹ ക്ലി. 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 മറ്റാരെങ്കിലും ഒന്ന് പറയൂ. ഞാൻ കേട്ടില്ല. ആരുടെയും മൈക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഉച്ചരിക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുന്നു. ഡാനിയലിൻ്റെ മൈക്ക് വളരെ പ്രശ്നമാണ്.
ബാക്ക്ഗ്രൗണ്ട് വളരെ പ്രശ്നം. നിങ്ങൾ മൈക്കെല്ലാം നന്നായിട്ട് ഉപയോഗിച്ച് പഠിക്കുക. ചെറിയ ചെറിയ സ്പാർക്കുകൾ ഉണ്ടെങ്കിൽ വളരെ. ഡാനിയൽ മൈക്ക് ഓപ്പൺ ചെയ്യണ്ട. ഡാനിയൽ മൈക്ക് ഓപ്പൺ ചെയ്യണ്ട. ഡാനിയലിന്റെ മൈക്ക് ക്ലിയർ അല്ല. ഡാനിയൽ മൈക്ക് ഓഫ് ചെയ്. ഡാനിയൽ മൈക്ക് ഓൺ ചെയ്യണ്ട. ഡാനിയലിന്റെ മൈക്ക് ഡിസ്റ്റർബൻസ് ആണ് മറ്റുള്ളവർക്കെല്ലാം. ഡാനിയൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? മറുപടി പറയണ്ട. നിങ്ങൾ മൈക്ക് ഓപ്പൺ ചെയ്യണ്ട. ഞാൻ ബ്ലോക്ക് ചെയ്യാണ് നിങ്ങളെ. നിങ്ങളുടെ മൈക്ക് ഒരയുന്നുണ്ട്, സ്പാർക്കുന്നുണ്ടാവുന്നുണ്ട്. ഞാൻ നിങ്ങളോട് മറുപടി പറയാൻ പറഞ്ഞത് ഞാൻ പറയുന്ന ഉച്ചാരണം വ്യക്തമായി കേൾക്കുന്നുണ്ടോ എന്നറിയാനാണ്. ഓക്കെ, നിങ്ങളുടെ മൈക്ക് ഒരാൾ മാത്രം. മുരളിയുടെ മൈക്ക് ഓപ്പൺ ചെയ്ത്. ഓക്കെ, ആ പറഞ്ഞ വാക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? കറക്റ്റ് ആണ്. തിഹൂർ ഹക്ലി. ആ തിഹൂർ ഉണ്ട്, HUR, TIHUR, തിഹൂർ. HAKLI, ഹക്ലി. അതിൽ ഹ എന്ന് പറയുമ്പോൾ ആ എച്ച് പ്രൊണൗൺസിയേഷൻ കൂട്ടണം. അതുപോലെ ക്ലി പറയുമ്പോൾ കേക്ക് അതിന് ഉച്ചാരണ ശക്തി കൊടുക്കണം. തിഹൂർ ഹ ക്ലി, അതാണ് അതിൻ്റെ ഉച്ചാരണം. അതിൻ്റെ അർത്ഥം ഇൻസ്ട്രുമെന്റ് പ്യൂരിഫിക്കേഷൻ. ഇനി ആരുടെ മൈക്കാണ് നല്ലതെന്ന് വെച്ചാൽ ആ മൈക്ക്, മുരളി മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. അടുത്ത ആള് മൈക്ക് എടുത്തെന്ന് പറഞ്ഞോളൂ. ഡാനിയൽ പറയണ്ട. ഡാനിയലിന്റെ എനിക്ക് തോന്നുന്നു ഇയർഫോൺ മൈക്കിന്റെ കോഡ് അത് പുതിയ ഒരെണ്ണം വാങ്ങൂ. എന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് ചെറുതായിട്ട് അനങ്ങിയാലും ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാവും. ഇപ്പോൾ അത് ഉപയോഗിക്കുന്ന വേണ്ട. അത് വളരെ പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. ദിലീപ്, പറഞ്ഞോളൂ, എനിക്കൊന്നും കേൾക്കാൻ വയ്യ. ദിലീപിന്റെ സൗണ്ട് വരുന്നില്ല കേട്ടോ. ഓക്കെ, ഡോക്ടർ മോഹൻ. മധുസൂദനൻ. നിങ്ങൾ രണ്ടുപേരിൽ ആരാ പറയണെന്ന് അറിയില്ല. മധു മൈക്ക് മ്യൂട്ട് ചെയ്യ്. ഓക്കെ, ഡോക്ടർ മോഹൻ പറഞ്ഞോളൂ. മനസ്സിലായിട്ടില്ലേ? എന്റെ ശബ്ദം മര്യാദക്ക് കേൾക്കുന്നുണ്ടോ? ബാക്കി എല്ലാവർക്കും ക്ലാരിറ്റി പ്രശ്നമുണ്ടോ? ക്ലാരിറ്റി പ്രശ്നമുള്ളവർ തമ്പ് ഡൗൺ സൈൻ ചെയ്ത്. ആർക്കൊക്കെയാണ് കേൾക്കാൻ ബുദ്ധിമുട്ട്, ക്ലിയർ അല്ലാത്തത്? ഓക്കെ, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും? നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നവര്, എൻ്റെ പ്രൊനൗൺസിയേഷൻ നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നവര് തമ്പിട്ടെ. ദിലീപിന് കേൾക്കാം, അതുലിന് കേൾക്കാം, മധുസൂദനൻ, മുരളി, നീരജ, ബാക്കി എല്ലാവർക്കും കേൾക്കാം. അപ്പോൾ ഡാനിയലിനും കേൾക്കാൻ വയ്യ. ഡാനിയലിൻ്റെ മൈക്ക് ആൻഡ് ഇയർ അത് പുതിയത് വാങ്ങുക, ചെക്ക് ചെയ്ത് വാങ്ങുക. അതിൻ്റെ പ്രശ്നമാണ്. ഡോക്ടർ മോഹനും ചെക്ക് ചെയ്യുക. ബാക്കി എല്ലാവർക്കും എൻ്റെ വോയിസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ടുള്ള മൈക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്.
അതങ്ങനെ വരാൻ സാധ്യതയില്ല എൻ്റെ സൈഡിൽ നിന്ന്. നിങ്ങളുടെ സൈഡ് തന്നെ ചെക്ക് ചെയ്യുക. ഇത് ഇനി മധു പറഞ്ഞോളൂ. തിഹു ആഖ്രി. ഞാൻ കേട്ടു, പക്ഷെ ക്ലിയർ അല്ല പറഞ്ഞത്. തിഹു ആഖ്രി. തിഹു അല്ല, തിഹൂർ. ലാസ്റ്റ് തിഹു അല്ല, തിഹൂർ. ഇർ വരണം, ലാസ്റ്റ് ഇർ എന്നുള്ള ശബ്ദം വരണം. തിഹൂർ. തിഹൂർ. ഓക്കെ. യെസ്, തിഹൂർ ആഖ്രി. തിഹൂർ ആഖ്രി. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. കുറച്ചും കൂടി സൗണ്ട് കുറച്ച് പറഞ്ഞാൽ മതി. തിഹൂർ ആഖ്രി. തിഹൂർ ആഖ്രി. കറക്റ്റ് ആയി. അപ്പോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നീരജ. കറക്റ്റ്, വെരി ഗുഡ്. അതാണ് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ. തിഹൂർ ആഖ്രി. ഓക്കെ, എന്താണ് അതിന്റെ അർത്ഥം? അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പെൻഡുലം കൈകൊണ്ട് എടുക്കുക. അതാണ് നമ്മൾ പെൻഡുലം എടുക്കുന്നതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഈ കമാൻഡ് തിഹൂർ ആഖ്രി എന്ന് പറഞ്ഞതിന് ശേഷം പെൻഡുലം കയ്യിലെടുക്കുക. നമ്മൾ പറഞ്ഞില്ലേ, പെൻഡുലത്തിൻ്റെ പ്യൂരിറ്റി, ആക്യുറസി ആൻഡ് സ്ട്രോങ് ഹീലിംഗ് പവർ കിട്ടാനായിട്ട് ചെയ്യേണ്ട പെൻഡുലം കമാൻഡാണ് തിഹൂർ ആഖ്രി എന്നുള്ള വാക്ക്, ഹീബ്രു വാക്ക് പറഞ്ഞതിന് ശേഷം പെൻഡുലം കൈകൊണ്ടെടുക്കുക എന്നത്. അതാണ് നമ്പർ 1. നമ്പർ 2, സെറ്റ് ഇൻറ്റൻഷൻ, സേ ക്ലിയർലി. നമ്മുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടത് പറയുന്ന ഒരു കമാൻഡ്, അത് ഹീബ്രുവിൽ പറയുന്ന ഒന്നാണ്. ആനി മെത്കോൺ ലി റിഫൂയി ബി ഓർ എലോഹി. ആനി മെത്കോൺ ലെരിപ്പുയി ബ ഓർ എലോഹി. ആനി മിത്കോൺ ലെ റിഫൂയി ബി ഓർ എലോഹി എന്ന് പറഞ്ഞാൽ ഐ പ്രോഗ്രാം ദിസ് പെൻഡുലം ഫോർ ഡിവൈൻ ഹീലിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ഇൻറ്റൻഷൻ സെറ്റിങ്ങിൽ ഞാൻ ഈ പെൻഡുലത്തെ ദൈവികമായ ഹീലിംഗിനായി പ്രോഗ്രാം ചെയ്യുന്നു. അതാണ് നമ്മൾ പറയുന്ന ഹീബ്രു വാക്ക് അല്ലെങ്കിൽ ഹീബ്രു കമാൻഡ്. ആനി മെത്കോൺ ലെ റിഫൂയി ബി ഓർ എലോഹി. ഇതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ പോലെയൊക്കെ തോന്നും. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകളായതുകൊണ്ടുള്ള ഒരിതുള്ളൂ. കുറേ പ്രാവശ്യം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ശരിയാകും. വീഡിയോ കിട്ടുമ്പോൾ വീഡിയോൻ്റെ ഒപ്പം നിങ്ങൾ ഇത് എൻ്റെ ഒപ്പം, അതുകൊണ്ടാണ് ഞാൻ നിർത്തി പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം പറഞ്ഞു പഠിക്കാം. നിങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കമാൻഡുകളും വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഇത് പറഞ്ഞ് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം. ഓരോരുത്തരും ഏതൊക്കെ രീതിയിലാണ് ഹീബ്രു കമാൻഡുകൾ പറയുന്നത് എന്നുള്ളത്. തെറ്റിയാലും കുഴപ്പമില്ല, നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അയ്യോ സാറിന് എന്ത് തോന്നും, തെറ്റിപ്പോയ മോശമല്ലേ എന്നുള്ള ചിന്ത വേണ്ട. നിങ്ങൾ ഇന്ന് തന്നെ അത് പറഞ്ഞ് അതിനെ റെക്കോർഡ് ചെയ്ത് ഗ്രൂപ്പിലിടണം. ആനി മെത്കോൺ ലെ റിഫൂയി
ബി ഓ എലോഹി. അടുത്തത് രണ്ടാമത്തെയാണ്. മൂന്നാമത്തെ, ഈ പെൻഡുലത്തിനെ ബ്ലസ് ചെയ്യണം. ബ്ലസ് ദ പെൻഡുലം, അനുഗ്രഹിക്കണം. ഡിവൈൻ ബ്ലെസ്സിങ് ഓൺ ദ പെൻഡുലം എന്ന് പറയുന്ന ഹീബ്രു വാക്ക് ബറാഖ അല്ലെങ്കിൽ ബ്രാഖ, ബ്രാഖ എലോഹിത്, ഡിവൈൻ ബ്ലെസ്സിങ് ഓൺ ദ പെൻഡുലം, അതാണ് അർത്ഥം. ബ്രാഖ എലോഹിത്. നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് മലയാളം മാക്സിമം പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷുമുണ്ട്. രണ്ടും വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നല്ല രീതിയിൽ ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ആ വാക്കിൻ്റെ അർത്ഥവും ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം കാണുവാനും സാധിക്കും. ഇത് ബ്ലെസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെൻഡുലം കയ്യിൽ പിടിച്ചിരിക്കണം. പെൻഡുലം പിടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞു തിഹൂർ ഹക്ലി പറഞ്ഞ് പെൻഡുലം കയ്യിലെടുത്തതിന് ശേഷം പെൻഡുലത്തിന് നിങ്ങൾ ഡിവൈനായിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നു. അനി മെത്കോൺ ലെപുയി ബ ഓർ എലോഹി എന്ന് പറഞ്ഞ് അതിനെ പ്രോഗ്രാം ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും പെൻഡുലം കൈ പിടിച്ചുകൊണ്ട് അതിനെ അനുഗ്രഹിക്കണം. ബ്രാഖ എലോഹിത് എന്ന് പറയുക. അപ്പോൾ പെൻഡുലം വളരെ ഫ്രീ ആയിട്ട് കറങ്ങാൻ തുടങ്ങും. മിക്കവാറും അത് ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസോ ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രവർത്തിച്ച് തുടങ്ങും. അതിനുശേഷം സ്റ്റെപ്പ് 4ലേക്ക് കടക്കുക. ആക്ടിവേറ്റ് ഹീലിംഗ് ലൈറ്റ്. അടുത്തത് ഹീലിംഗ് പ്രകാശം, രോഗശാന്തി പ്രകാശത്തെ ആക്ടിവേറ്റ് ചെയ്യുന്ന കമാൻഡാണ് ഹഫലത്ത് ഓർ റിഫൂയി. ഹഫലത്ത് ഓർ റിഫൂയി, ആക്ടിവേറ്റിംഗ് ദ ഹീലിംഗ് ലൈറ്റ്, അതാണ് അതിൻ്റെ അർത്ഥം. അതിനുശേഷം അത് നമ്മുടെ തന്നെ വലത് കൈയിൽ പിടിക്കുന്ന പെൻഡുലം അതിൻ്റെ ഹീലിംഗ് പാർട്ട്, ഡയഗ്നോസ് അല്ല, ഹീലിംഗ് പാർട്ട് പിടിച്ചുകൊണ്ട് നമ്മുടെ കൈപ്പത്തിയുടെ പാമിൻ്റെ മുന്നിൽ പറയുക ഹഫലത്ത് ഓർ റിഫൂയി, അഫലത്ത് ഓർ റിഫൂയി, അഫലത്ത് ഓർ റിഫൂയി. ഇപ്പോൾ നമ്മുടെ ഹീലിംഗ് ലൈറ്റിൻ്റെ ആക്ടിവേഷൻ നടക്കുന്നു. അത് നമുക്ക് തന്നെ ഒരു ഹീലിംഗ് എനർജി നമ്മളിലേക്ക് പകരുന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. കയ്യിൽ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ അത് നമുക്ക് വേണ്ടി വളരെ ശക്തമായിട്ട് അത് ക്ലോക്ക് വൈസിൽ കറങ്ങുന്നത് കാണാം. അതായത് ഹീലിംഗ് ലൈറ്റിൻ്റെ ആക്ടിവേഷനാണ് അത് പറയുന്നത്. ഹ ഫലത്ത് ഓർ റിഫൂയി, അ ഫലത്ത് ഓർ റിഫൂയി, ആക്ടിവേറ്റിംഗ് ദ ഹീലിംഗ് ലൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് പെൻഡുലം നമ്മൾ കൈകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞ് കയ്യിലെടുത്ത് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് അതിനെ ബ്ലെസ് ചെയ്ത് അതിലെ ആക്ടിവേഷൻ, ഹീലിംഗ് ലൈറ്റിൻ്റെ ആക്ടിവേഷൻ ചെയ്ത് അത് നമ്മളിൽ തന്നെ അത് നമ്മുടെ കരങ്ങളിലേക്ക് അതിൻ്റെ ശക്തിയെ പകർന്നുകൊണ്ട് നമ്മൾ തുടങ്ങണം. ഇനി അടുത്തത് പ്രൊട്ടക്റ്റിംഗ് യുവർ സെൽഫ് ബിഫോർ എവറി ഹീലിംഗ് സെഷൻ. നമ്മളൊരു പ്രൊട്ടക്ഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ? ആ പ്രൊട്ടക്ഷൻ്റെ വേർഡ്, രണ്ടാമത്തെ വേർഡ്, ആദ്യത്തെ പേര് ബഷേം അഹോർ അഹിലോഗി കഴിഞ്ഞ ശേഷം നമ്മൾ പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ കമാൻഡ് ഉണ്ട്, മസ്റ്റായിട്ട് പറയേണ്ടത് അഹന എലോഹിത്, അഹന എലോഹിത്. അത് പ്രൊട്ടക്ഷനാണ്. അത് കഴിഞ്ഞ ശേഷവും നമ്മൾ വീണ്ടും നമ്മുടെ പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. അഹന എലോഹിത് പ്ലസ് ബ്ലോക്ക് നെഗറ്റീവ് അബ്സോർപ്ഷൻ. ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ നമ്മളുടെ ശരീരമോ ഓറയോ വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ കമാൻഡാണ്
ഖോസം, CH എന്ന് പറയുമ്പോൾ ഖ് എന്നുള്ളതാണ്. ഖോസം അനർഗിയ ഷെലിലത്ത്. ഘോഷം അനർഗിയ ഷെലിലത്ത്. ഘോഷം എനർഗിയ ഷെലിലത്ത്. അതിൻ്റെ അർത്ഥം ബ്ലോക്കിംഗ് നെഗറ്റീവ് എനർജി ഫ്രം എൻറ്ററിങ് പ്രാക്ടീഷണർ. ഹീൽ ചെയ്യുന്ന ഹീലറിലേക്ക് യാതൊരു വിധത്തിലുള്ള നെഗറ്റീവ് എനർജിയും പ്രവേശിക്കാതെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള കമാൻഡാണ്. ഘോസൻ അനർഗിയ ഷെലിലിത്ത്. ഏത് തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും ഹീലറിലേക്ക് പ്രവേശിക്കാതെ ബ്ലോക്ക് ചെയ്യുക. അതാണ് പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ രണ്ടാമത് പറയുന്ന കമാൻഡ്. ഘോസം അനർഗിയ ഷെലിലിത്ത്. ഘോസം അനർഗിയ ഷെലിലിത്ത്. അടുത്തത് നമ്മൾ ബ്ലാക്ക് മാജിക് റിമൂവൽ പഠിച്ചിരുന്നു, സർക്കിൾ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ വലയം. ഇവിടെ അതിൻ്റെ കമാൻഡാണ് മകൾ ഓർ. ഒറ്റ വേർഡുള്ള, എളുപ്പത്തിൽ പറയാം. മകൾ ഓർ. മഅഗൽ ഓർ. മഅഗൽ ഓർ. ക്രിയേറ്റിംഗ് എ സർക്കിൾ ഓഫ് ഡിവൈൻ ലൈറ്റ് അറൗണ്ട് മീ. അതാണ് അർത്ഥം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ വലിയ അർത്ഥമായി. ഹീബ്രു കമാൻഡിൽ ഒറ്റ വാക്കായിട്ട് പറയാം, മഅഗൽ ഓർ. മഅഗൽ ഓർ. മഅഗൽ ഓർ. മഅഗൽ ഓർ. ക്രിയേറ്റിംഗ് എ സർക്കിൾ ഓഫ് ഡിവൈൻ ലൈറ്റ് അറൗണ്ട് മീ. അതിനുശേഷം ഒരു സ്വർണപ്രകാശം നമ്മൾ ദർശിക്കുക. സർക്കിൾ ഓഫ് ലൈറ്റിൻ്റെ കമാൻഡ് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് ബൈഹാർട്ടാക്കാൻ. മഅഗൽ ഓർ. മഅഗൽ ഓർ. മഅഗൽ ഓർ. അതിൻ്റെ അർത്ഥം ദിവ്യമായ പ്രകാശം എൻ്റെ ചുറ്റും വിരിക്കുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, നിർമ്മിക്കുക. എനിക്ക് ചുറ്റും ദിവ്യപ്രകാശത്തിൻ്റെ വലയം തീർക്കുക. ഇനി ഇതെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ അല്ലെങ്കിൽ ഡിസ്റ്റൻസ്, റിമോട്ട് എന്നാണ് പറയുന്നത്, റിമോട്ട് ചെയ്യുന്ന ക്ലയൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അയക്കാം. പ്രൊട്ടക്റ്റിംഗ് ദ ക്ലയൻറ്റ് ബിഫോർ സെൻഡിങ് സ്ട്രോങ് ഹീബ്രു ഫ്രീക്വൻസീസ്. നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ ശക്തമായ ഹീബ്രു ശക്തികൾ പോകുന്നതിന് മുമ്പ് ക്ലയൻറ്റിന് പ്രൊട്ടക്ഷൻ കമാൻഡുകൾ അയക്കണം. അതിൽ ഒന്ന് ഓറ ഷീൽഡാണ്. ക്ലയൻറ്റിന് വേണ്ടി പ്രൊട്ടക്ഷൻ അയക്കുന്നതിൽ ആദ്യത്തെ ഓറ ഷീൽഡ് എന്ന് പറയും. ഓറ ഷീൽഡിന് പറയുന്ന ഒന്നാണ് മഗേൻ എനർഗറ്റി. മഗേൻ എനർഗറ്റി എന്ന് പറഞ്ഞാൽ എനർജറ്റിക് ഷീൽഡ് അറൗണ്ട് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ ചുറ്റിനും ഊർജ വലയം ഒരു ഷീൽഡായിട്ട്, ഒരു പരിചയമായിട്ട് നിർമ്മിക്കുക. മഗേൻ എനർഗറ്റി. അപ്പോൾ നിങ്ങൾ ഏതൊരു ക്ലയൻറ്റിനെയും ഹീൽ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ട ഒരു പ്രൊട്ടക്ഷൻ കമാൻഡാണ് ക്ലയൻറ്റിന് വേണ്ടി. നമ്മുടെ കഴിഞ്ഞു. നമ്മുടെ ഘോസം അനർഗിയ ഷെലിലിത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള വളരെ ശക്തമായ നെഗറ്റീവ് എനർജികൾ വരാതെ വെച്ചു. അതിനുശേഷം മഅഗൽ ഓർ, വീണ്ടും അടുത്ത ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ. അപ്പോൾ 3 പ്രൊട്ടക്ഷൻ കമാൻഡുകൾ നമ്മളിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ഒന്ന് ഓറ. ആ ക്ലയൻറ്റിൻ്റെ ഓറ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അതിനു വേണ്ടി പറയുന്ന ഒന്നാണ് മഗേൻ എനർഗറ്റി. രണ്ടാമത്തെ സോൾ പ്രൊട്ടക്ഷൻ. യാതൊരു കാരണവശാലും സോൾ ഫ്രാഗ്മെന്റേഷൻ നടക്കാതെ സോൾ പ്രൊട്ടക്ഷന് വേണ്ടി പറയുന്ന ഒരു കമാൻഡാണ് അഹനത്ത് അനേഫെഷ്. അഹനത്ത്.
ഹ നഫേഷ്, ഹഗ്നത്ത്, ഹഗ്നത്ത്, ഹഗ്നത്ത് ഒറ്റ വാക്കാണ്. ഹഗ്നത്ത്, ഹനഫേഷ്, ഹനഫേഷ് രണ്ടാമത്തെ വാക്ക്. ഹനഫേഷ്, ഹഗനത്ത്, ഹനഫേഷ്, അഹനത്ത്, ഹനഫേഷ്. ഒരുമിച്ച് പറയാം. അനഹത്ത്, ഹനഫേഷ്, അനഹത്ത്, ഹനഫേഷ്. പ്രൊട്ടക്ഷൻ ഓഫ് ദ സോൾ ഓഫ് ദ ക്ലയൻറ്റ്. ക്ലയൻറ്റിൻ്റെ സോളിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ ശക്തമാണ്. നിങ്ങളതിൻ്റെ ഹീലിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഹഗനത്ത്, ഹനഫേഷ്. ഇനി ഫാമിലി ലൈൻ പ്രൊട്ടക്ഷൻ, വംശാവലിയിലേക്ക് മുഴുവനായിട്ട് പ്രൊട്ടക്ഷൻ അയക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഹീലിംഗ് ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബ വംശത്തിന് മുഴുവൻ ഒരു പ്രൊട്ടക്ഷൻ കമാൻഡ് ഉണ്ട്. ഹഗനത്ത്, ഹ ഷരേഷ്, അഹനത്ത്, ഹ ഷരേഷ്, ഹഗനത്ത്, ഹ ഷരേഷ്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ദ ഫാമിലി റൂട്ട്സ്, ലീനിയേജ്, ആ വംശാവലിയിലുള്ളവർക്ക് മുഴുവനുമായിട്ടും സംരക്ഷണം. അഹനത്ത്, ഹ ഷരേഷ്, ഹഷരേഷ്, അഷരേഷ്, അഹനത്ത്, അഷരേഷ്, അഹനത്ത്, അഷരേഷ്. ഇനി നമ്മൾ സെഷൻ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അതിനുശേഷം ഹീലിംഗ് കമാൻഡുകളുണ്ട്, അത് വഴിയേ വരും. അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എൻഡിന്, സെഷൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് സീലിംഗ് ദ പെൻഡുലം, പെൻഡുലത്തിനെ സീൽ ചെയ്യുക. ആഫ്റ്റർ ഹീലിംഗ് സീൽ ദ പെൻഡുലം സോ ഡസ് നോട്ട് ലീക്ക് എനർജി. നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ എനർജികളും ലീക്ക് ആവാതെ ചോർന്നു പോകാതെ ഇരിക്കാനുള്ള സീലിംഗ് ചെയ്തിട്ട് വേണം എൻഡ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും പ്രൊട്ടക്ഷനൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ കമാൻഡുകൾ പറയാനുണ്ട്. മെയിൻ കമാൻഡുകൾ പറഞ്ഞിട്ട് സീൽ ചെയ്യുന്നത് ഈ കമാൻഡുകൾ പറഞ്ഞിട്ടാണ്. സീൽ കമാൻഡുകളുടെ പേരാണ് സിഗറത്ത് എനർഗിയ, സിഗറത്ത് എനർഗിയ, ക്ലോസിങ് ആൻഡ് സീലിംഗ് ഓൾ എനർജീസ്. അതാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ഊർജങ്ങളെയും മുദ്ര വെച്ച് ക്ലോസ് ചെയ്യുക. സിഗറത്ത് അനർഗിയ, സിഗറത്ത് അനർഗിയ. ദെൻ നന്ദി പറയുക, താങ്കിങ് ദ ലൈറ്റ്, ഡിവൈൻ ലൈറ്റിനുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് അതിൻ്റെ വാക്ക്. തോദ ല ഓർ, തോദ ല ഓർ, താങ്ക് യു ഡിവൈൻ ലൈറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. തോദ ല ഓർ, തോദ, തോദ, തോദ ല ഓർ. ല ഓർ എന്ന് പറഞ്ഞാൽ ഡിവൈൻ ലൈറ്റ്. തോദ താങ്ക് യു, തോദ ല ഓർ. റൂൾസ് ഓഫ് സേഫ് യൂസ്, സുരക്ഷിതമായ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നെവർ യൂസ് വെൻ ആംഗ്രി ഓർ ഇമോഷണലി അൺസ്റ്റേബിൾ. നിങ്ങൾ ദേഷ്യത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ലോ കോൺഷ്യസ് എനർജിയിൽ ഇരിക്കുമ്പോൾ, അതായത് ഇമോഷണലി അൺസ്റ്റേബിൾ ആണെങ്കിൽ ഒരിക്കലും പെൻഡുലം ഉപയോഗിക്കരുത്. നെവർ യൂസ് ഓർ സംവൺ വിത്തൗട്ട് പെർമിഷൻ. ആരുടെയെങ്കിലും ഹീലിങ്ങിന് വേണ്ടി ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പെർമിഷൻ, അനുവാദം ഉണ്ടായിരിക്കണം. അനുവാദമില്ലാതെ ഒരാളെയും ഹീബ്രു പെൻഡുലം ഉപയോഗിച്ച് ഹീല് ചെയ്യരുത്. അത് അഗെയിൻസ്റ്റ് ദെയർ ഫ്രീ വിൽ. അതുകൊണ്ട് ആ വ്യക്തിയോട് ഞാൻ നിങ്ങളെ ഹീൽ ചെയ്യുന്നു, നിങ്ങൾക്ക് പരിപൂർണ സമ്മതമാണോ എന്ന് വെർബലി ആ സമ്മതം വാങ്ങണം. ഇല്ലെങ്കിൽ പേരൻസിൻ്റെ, ഇല്ലെങ്കിൽ ഭാര്യ, സ്പൗസ്
ഭർത്താവ് തുടങ്ങിയ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ, നമ്മൾ പറയുന്ന ഗാർഡിയൻസ്, അങ്ങനെയുള്ളവരുടെ പെർമിഷനോട് കൂടി മാത്രമേ ചെയ്യാവൂ. ഓൾവേസ് ആക്ടിവേറ്റ് പ്രൊട്ടക്ഷൻ ഫസ്റ്റ്. എപ്പോഴും ഹീബ്രു പെൻഡുലം ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ആക്ടിവേഷൻ പ്രൊട്ടക്ഷൻ ആണ്. അത് സെൽഫായിട്ടും ക്ലയൻറ്റിനും ഉള്ളത്. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെവർ സ്റ്റോർ പെൻഡുലം നിയർ ഇലക്ട്രോണിക്സ്. നിങ്ങളുടെ പെൻഡുലങ്ങളെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അടുത്ത് സൂക്ഷിക്കരുത്. കാരണം നേരത്തെ പറഞ്ഞു, വളരെ സെൻസിറ്റിവിറ്റി ഉള്ള ഒന്നാണ് ഹീബ്രു പെൻഡുലങ്ങൾ. ഏറ്റവും നല്ലത് നിങ്ങൾ കാശ് മുടക്കി വുഡൻ ബോക്സ് മേടിച്ച് വുഡൻ ബോക്സിനുള്ളിൽ പെൻഡുലം സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലത്. അത് സൂക്ഷിക്കുമ്പോൾ തന്നെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അടുത്ത്, TV അല്ലെങ്കിൽ മൊബൈലിനോട് കൂടെ ഉള്ള സ്ഥലങ്ങളിൽ വയ്ക്കാതെ നിങ്ങളതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രോണിക് മീഡിയംസ് അഫക്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങളുടെ അടുത്ത് വയ്ക്കുക. ഇനി ഇതിന് ഇടയ്ക്ക് വല്ലപ്പോഴും നിങ്ങൾക്ക് പുക അല്ലെങ്കിൽ സ്പ്രേകൾ ഉപയോഗിച്ച്, സൗണ്ട് ഉപയോഗിച്ച് എല്ലാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ 5 മിനിറ്റ് സൂര്യപ്രകാശത്തിൽ, അതിൽ കൂടുതൽ വെക്കരുത്, സൺറൈസ് ഉപയോഗിക്കാം. ഹീൽ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ക്ലെൻസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഡു നോട്ട് മിക്സ് ഹീബ്രു പെൻഡുലം വിത്ത് ഡാർക്ക് പ്രാക്ടീസസ്. ബ്ലാക്ക് മാജിക് പോലെ, ഈവൻ ഗ്രേ മാജിക് പോലെയുള്ള മറ്റുള്ളവർക്ക് ദുഷ്കരമായിട്ടുള്ള യാതൊരു ഇൻറ്റൻഷനോ കമാൻഡുകളോ ഹീബ്രു പെൻഡുലം വഴി പറയരുത്. ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ 1ഉം 2ലും പഠിക്കാനുള്ളത്. ഇന്ന് ഞാൻ ചാപ്റ്റർ 1ഉം 2ലും തൽക്കാലം നിർത്താണ്. കൂടുതൽ എടുത്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷനൊക്കെ വരാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ, ഉച്ചാരണങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കേട്ട ചാപ്റ്റർ 1 ചാപ്റ്റർ 2വിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ വിശദമാക്കാനായിട്ട് ഈ സമയം ഉപകരിക്കും. സാറേ, ഒന്നാം നന്ദി പ്രകാശിക്കേണ്ടത് എങ്ങനെയെന്ന് പറയാമോ? ആ കമന്റ് ഒന്ന് പറയാമോ? ഏത് കമാൻഡാണ്? അവസാനം നന്ദി പറയുന്നില്ലേ? നമ്മൾ നന്ദി പറയുമ്പോ തോത ല ഓറ, വേണ്ട, ഓർ. ഓക്കെ ഓക്കെ. തോത, ലോറ അല്ല, തോത. തോത ല ഓർ. ഓക്കെ. ല ഓർ എന്ന് പറഞ്ഞാൽ ഡിവൈൻ ലൈറ്റ്. തോത എന്ന് പറഞ്ഞാൽ താങ്ക് യു. തോത ല ഓർ. മറ്റെന്തെങ്കിലും? ഓരോന്നും എത്ര പ്രാവശ്യം ചാൻറ്റ് ചെയ്യണം? ഏതാ? ഓരോന്നും എത്ര തവണ ചാൻറ്റ് ചെയ്യണം? ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ. നമ്മളത് പഠിക്കാൻ വേണ്ടി പല പ്രാവശ്യം പറഞ്ഞെന്നുള്ളൂ. നമ്മൾ മറ്റു മന്ത്രങ്ങളെ പോലെ അതിങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല. ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് മറ്റ് ദൂഷ്യങ്ങളും ഇല്ല. പറയുമ്പോൾ കറക്റ്റ് ആ പ്രൊനൗൺസിയേഷനിൽ ഒരു തവണ പറഞ്ഞാൽ തന്നെ അതിൻ്റെ വൈബ്രേഷൻസ് ആക്ടിവേറ്റഡ് ആവും. ഒറ്റ തവണ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞ് അത് നിങ്ങളുടെ ഒരു നോട്ട്ബുക്കിലേക്ക് നിങ്ങളുടെ ഈസി ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ഇന്ന് പറഞ്ഞതെല്ലാം കമാൻഡുകളും അത്യാവശ്യ കമാൻഡുകളാണ്. അത് നിങ്ങൾ സെപ്പറേറ്റ് ഒരു ബുക്കിൽ നിങ്ങൾ എഴുതിയാൽ അത് പെട്ടെന്ന് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാം നമുക്ക് ഓർമ്മയിൽ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. പല കാര്യങ്ങൾ പഠിച്ചു പോകണതുകൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ ഒരു ഹാൻഡ് ബുക്ക്, അതുകൊണ്ടാണ് ഞാൻ ഈ മാനുവൽ നിങ്ങൾക്ക് തരുന്നത് തന്നെ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾ എഴുതുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഹോംവർക്കായിട്ട് നിങ്ങൾ ഈ കേട്ട ഹീബ്രു വാക്കുകളുടെ പ്രൊനൗൺസിയേഷൻ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ കേട്ടതെല്ലാം അതേപോലെ പറയുക. ഓക്കെ, അടുത്ത എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാറേ, പറഞ്ഞോളൂ. നമ്മളിപ്പോ ഈ പെൻഡുലം ക്ലൻസിങ് ഇൻവോക്കേഷൻ കമാൻഡ് ആണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ആദ്യം പഠിച്ചിട്ടുള്ളത്. അതെ. തിഹു
ഹ ക്ലി എന്നാണ് നമ്മളത് പറഞ്ഞത്. അതെ, അത് നമ്മൾ പെൻഡുലം കൈകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് പറയേണ്ടതാണ്. സൗണ്ട് പോയി കേട്ടോ. നമ്മൾ പെൻഡുലം ഒരു സെഷൻ കഴിഞ്ഞു, ആ സെഷൻ കഴിഞ്ഞിട്ട് നമ്മളത് ക്ലോസ് ചെയ്തു, പെൻഡുലം മാറ്റി വെച്ചു. അടുത്ത സെഷന് നമ്മൾ പെൻഡുലം കൈകൊണ്ട് തൊടുന്നതിന് മുമ്പ് പറയേണ്ട കമാൻഡാണ് തിഹൂർ ഹ ക്ലി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു, അതായത് പ്യൂരിഫിക്കേഷൻ ചെയ്യുന്നു, ക്ലെൻസിങ് ആണത്. തിഹൂർ ഹ ക്ലി അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ പെൻഡുലം കയ്യിലെടുക്കുക. ക്ലിയർ ആയോ? അത് ഇന്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട്. കേട്ടില്ല, ക്ലാഷ് ആയി, ഒന്നുകൂടി പറയൂ. ഇന്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള കമാൻഡ് അല്ലേ രണ്ടാമത് നമ്മൾ പറയുന്നത്? അതിനുശേഷം നമ്മൾ ഇന്റൻഷൻ സെറ്റ് ചെയ്യണം. ആനി മെത്കോൺ ലെ റിഫൂയി ബി ഓർ എലോഹി ഐ പ്രോഗ്രാം ദിസ് പെൻഡുലം ഫോർ ഡിവൈൻ ഹീലിംഗ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കയ്യിലെടുത്തിട്ട് പറയുന്നതാണ് ഇപ്പോൾ പറഞ്ഞത് സെറ്റ് ഇന്റൻഷനിൽ. ആനി മെത്കോൺ ലെ റിഫൂയി ബി ഓർ എലോഹി. അതിനുശേഷം അതിനെ ബ്ലെസ് ചെയ്യുക. ബ്രാഖ എലോഹിത്, അതിനെ ബ്ലെസ് ചെയ്തു. ദെൻ നാലാമത്തെ ഹീലിംഗ് ലൈറ്റിനെ ആക്ടിവേറ്റ് ചെയ്യുക. അഫലത് ഓർ റിഫൂയി, അതാണ് അതിനുശേഷം പ്രൊട്ടക്ഷൻ ഓൾറെഡി നമ്മൾ ഒരെണ്ണം പറഞ്ഞിരുന്നു, എന്നിരുന്നാലും വീണ്ടും പ്രൊട്ടക്ഷനുകൾ പറയുക. ആദ്യത്തെ പറയണതാണ് അഹന എലോഹിത്, അത് രണ്ടുപേർക്കും ക്ലയൻറ്റിനും ഹീലറിനുമുള്ള ആദ്യത്തെ പ്രൊട്ടക്ഷനാണ്. പക്ഷെ വീണ്ടും നമ്മൾ ആക്ടിവേഷൻ ചെയ്യണം. ബ്ലാക്ക് നെഗറ്റീവ് അബ്സോർപ്ഷൻ, നമ്മുടെ ശരീരം നെഗറ്റീവ് ഊർജങ്ങളെ വലിച്ചെടുക്കാതെ നമ്മൾ ചെയ്യുന്ന കമാൻഡാണ് ഖോസേം അനർഗിയ ഷെലിലിത്ത്. ഷെലിലിത്ത്, ഖോസേം അനർഗിയ ഷെലിലിത്ത്. അതിനുശേഷം നമ്മൾ വീണ്ടും ബ്ലാക്ക് മാജിക് റിമൂവൽ പഠിച്ചതാണ് സർക്കിൾ ഓഫ് ലൈറ്റ്, ഡിവൈൻ ലൈറ്റ്. മഗൽ ഓർ ക്രിയേറ്റിംഗ് എ സർക്കിൾ ഓഫ് ഡിവൈൻ ലൈറ്റ് അറൗണ്ട് മീ. അതോടൊപ്പം തന്നെ ഒരു സ്വർണ്ണ പ്രകാശം നമ്മുടെ ചുറ്റും പരക്കുന്നത് നമ്മൾ കാണുകയും വേണം. ഇത് പറയുന്ന ഒപ്പം തന്നെ മഗൽ ഓർ. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലയൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ വീണ്ടും പറയുക. ഓറയ്ക്കും സോൾ പ്രൊട്ടക്ഷൻ, രണ്ട് കമാൻഡുകൾ പറയണം. മഗേൻ എനർഗറ്റി ക്ലയൻറ്റിൻ്റെ ഓറയെ ഷീൽഡ് ചെയ്യാൻ. അതോടൊപ്പം ക്ലയൻറ്റിൻ്റെ സോൾ പ്രൊട്ടക്ഷന് വേണ്ടി പറയുന്നതാണ് ഹനഫേഷ്. അതോടൊപ്പം തന്നെ ഫാമിലി ലൈൻ പ്രൊട്ടക്ഷൻ പറയാം. അഹനത് ഹ ഷരേഷ്, SHORESH, ഷരേഷ്, അഹനത് ഹ ഷരേഷ്. അതിനുശേഷം നമ്മൾ ഹീലിങ്ങുകൾ ചെയ്യണം, അത് നമ്മൾ പിന്നെ പഠിക്കും. ഹീലിംഗ് എല്ലാം ചെയ്ത ശേഷം നമ്മൾ ഈ സെഷൻ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിനെ സീൽ ചെയ്യണം. ആ സീൽ ചെയ്യുന്ന കമാൻഡാണ് സിഗറത്ത് അനർഗിയ, SGIRAT, സിഗറത്ത് അനർഗിയ അല്ലെങ്കിൽ അനർഗിയ. രണ്ട് രീതിയിലും പ്രൊണൗൺസ് ചെയ്യും. അനർഗിയ എന്നും വായിക്കും, എനർഗിയ എന്നും വായിക്കും.
എനർഗറ്റി എന്നും പറയും, അനർഗറ്റി എന്നും പറയും. രണ്ട് ഉച്ചാരണങ്ങളാണ്. സിഗറത്ത്, അനർഗിയ. ദെൻ നമ്മൾ സീലിംഗ് കഴിഞ്ഞാൽ പിന്നെ താങ്ക്സ് പറഞ്ഞ് വേണം നിർത്താൻ. തോദ ല ഓർ, തോദ ല ഓർ. ആർക്ക് ഇത് പുതിയതായിട്ട് കേട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടോ? ഡാനിയേൽ, മോഹനൻ, ഫോളോ ചെയ്യും? പുതിയ വിഷയം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫോളോ ചെയ്യാൻ. ഓക്കെ. സ്പീഡ് കൂടുതലാണോ, സ്ലോയിൽ പോണോ? സ്പീഡ് കുഴപ്പമില്ല. ഓക്കെ. നോട്ടുകൾ എഴുതി പോവുക. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി തരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ റിവിഷനായിട്ട് നമുക്ക് ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടാവും. ആഴ്ചയിൽ 3 ക്ലാസ്സാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എന്നാലേ നിങ്ങൾ തറവായിട്ട് പഠിച്ചു പോവുകയുള്ളൂ. നമുക്ക് ഞായറാഴ്ച കോർ സബ്ജക്റ്റുകൾ പഠിപ്പിക്കും. അതിനുശേഷം ഫോളോ അപ്പ് ഉണ്ടാകും ചൊവ്വാഴ്ച. അതിനുശേഷം ഒരു സെക്കൻഡ് ഫോളോ അപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വെക്കാം, നിങ്ങളുടെ കറക്ഷനൊക്കെ കൂടി ചെയ്തിട്ട്. കാരണം ഞായറാഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ ഒരാഴ്ച പഠിച്ചത് വളരെ തറവായിട്ട് പോകുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ 3 ക്ലാസ്സുകൾ വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നത്. സൺഡേ, ട്യൂസ്ഡേ, പിന്നെ ഫ്രൈഡേ. കാരണം നിങ്ങളിത് പ്രൊണൗൺസിയേഷൻ കൂടി പഠിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. നിങ്ങൾ ഇയർഫോണും മൈക്കും ഒന്ന് നല്ല ക്വാളിറ്റിയുടെ മേടിക്കുക. ഡാനിയൽ പ്ലീസ് അത് ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റിയുടെ ഒരു ഇയർഫോണും മൈക്കും കൂടി കൂടിയത് മേടിച്ച് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ആവും. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയങ്ങളോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരെയും പ്രപഞ്ചബോധം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹോംവർക്കുകൾ ഇന്ന് തന്നെ അതിടാനായിട്ട് മറക്കരുത്. ചൊവ്വാഴ്ച നമുക്ക് അതിന് റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും. അതിനുള്ളിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ യൂട്യൂബ് സൈൻ ചെയ്ത ഇമെയിലും നിങ്ങളുടെ മൊബൈൽ സൈൻ ചെയ്ത ഇമെയിലും ഒന്നായിരിക്കണം. എന്നാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ.